ഹോംവർക്ക് ചെയ്യാത്തതിന് 2ാം ക്ലാസ്സുകാരിക്ക് അച്ഛന്റെ ക്രൂരമർദ്ദനം. കുട്ടിയുടെ അപ്പൂപ്പന്റെ പരാതിയിൽ ആലപ്പുഴ മാരാരിക്കുളം പോലീസ് കേസെടുത്തു. കുട്ടിയുടെ അമ്മ 3 വർഷം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. 7 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് ഗൃഹപാഠം ചെയ്യാത്തതിന്റെ പേരിൽ അച്ഛൻ വിവസ്ത്രയാക്കി ക്രൂരമായി മർദ്ദിച്ചത്. സ്കൂളിൽ ഡയറി എഴുതാത്തതിന് തല്ലിയതാ. അത് അവിടുത്തെ സ്കൂളിൽ ഡയറി എല്ലാവരുടെയും നിന്നും പറഞ്ഞ് അച്ഛന് പഠിക്കാത്ത കാര്യമൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അതാണ് എന്തിനാ നീ പഠിക്കാതിരുന്നെന്നും പറഞ്ഞ് തല്ലി, ഡയറി എഴുതാത്തതിന്. അടിക്കരുതെന്ന് പലതവണ കരഞ്ഞു പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നതായും കുട്ടി പറയുന്നു. അത് എല്ലായിടത്തും തല്ലി. ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നീട് അച്ഛൻ പറഞ്ഞ് ഷഡ്ഡി ഊരാൻ പറഞ്ഞു ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഇല്ല, സങ്കടത്തോടെ പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിരട്ടിക്കൊണ്ട് പറഞ്ഞ് ഊരടി അവിടെ എന്ന് പറഞ്ഞു. ഞാൻ ഊരി. പിന്നെ എന്തല്ലേ, പിന്നെ എൻ്റെ ഇവിടുത്തെ പിടിച്ചിട്ട് ഇവിടെ താഴെ ഒരു ബെഡുണ്ട്, ആ ബെഡിലോട്ട് എറിഞ്ഞ്. 2022 ഏപ്രിലാണ് കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക ശാരീരികവുമായുള്ള പീഡനത്തെ തുടർന്നാണ് 27-കാരി ജീവനൊടുക്കിയതെന്ന് പരാതി ഉയർന്നിരുന്നു. അതിനുശേഷം കുഞ്ഞ് അമ്മയുടെ വീട്ടുകാരുടെ സംരക്ഷണയിലായിരുന്നു. ചേർത്തല മതിലകം സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയെ ഈ ജൂലൈയിൽ അച്ഛൻ വർക്കലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ സ്കൂളിൽ ചേർത്തു. 3 ദിവസം മുൻപ് കുട്ടിയെ തിരികെ ചേർത്തലയിൽ എത്തിച്ചു. അപ്പോഴാണ് കുഞ്ഞിന്റെ ശരീരത്തെ അടികൊണ്ട പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. കൊടുത്ത കുഞ്ഞല്ല, കുഞ്ഞങ്ങ് വല്ലാതായി പോയി. കുഞ്ഞിനെ സംസാരിക്കാൻ പോലും മേലാത്ത രീതിയിൽ അവൻ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. സന്തോഷത്തിലാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൈ മേടിച്ചു. അതുപാടെ ഞാൻ കയറി ചെന്നു. മക്കളെ കുളിക്കുന്നില്ലെങ്കിൽ 3 ദിവസമായി വന്നപ്പോൾ 3 ദിവസം കുളിക്കാതെ ഇരുന്നേച്ചാണ്. 3ാം പൊക്കമാണ്. ഞാൻ പറഞ്ഞെന്നാൽ മക്കൾ വന്ന മേല് കഴുക് എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി മേല് കഴിച്ച് തുടച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തെ ഓരോ പാടുകളാണ് ഞാൻ ഈ കാണുന്നത്. ഓരോ പാടുകൾ കണ്ടുവെച്ച് ഞാൻ ആദ്യമേ ഈ ചന്ധ്യയുടെ പാടൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് കിട്ടിയ സന്തോഷത്തിന് നമ്മൾ ആ പാടൊന്നും നോക്കുന്നില്ലല്ലോ. പിറ്റേ ദിവസം നോക്കിയപ്പം കാലിൻ്റെ തുടയിലും പാട്, 6 എണ്ണം അടിച്ചടിച്ചടിച്ചുള്ള തുടയ പാട്. അത് കഴിഞ്ഞ് ഞാൻ ഈ അര തുടച്ചപ്പോഴത്തേക്ക് ഈ അരയുടെ അവിടെയും പാട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ചന്തിക്കും പാട് കിടക്കുന്നു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം മാരാരിക്കുളം പോലീസ് കേസെടുത്തു. അതിക്രമം നടന്നത് വർക്കലയിലായതിനാൽ കേസ് അവിടേക്ക് കൈമാറി. ജനം, ആലപ്പുഴ.